പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തേക്ക് കടന്നു വന്നിട്ടുള്ളത് പരിശുദ്ധ ഇസ്ലാം കറകളഞ്ഞ രൂപത്തിൽ ജനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്, അവരെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. മുമ്പ് വന്ന പ്രവാചകന്മാരുടെ ആശയങ്ങളിൽ മായം ചേർത്ത് ശിർക്കിലേക്കും കുഫറിലേക്കും ബിദ്അത്തിലേക്കും പോയിരിക്കുന്ന ജനങ്ങളെ തിരിച്ചു കൊണ്ടുവരിക എന്ന ദൗത്യമാണ് എല്ലാ അമ്പിയാക്കളെ പോലെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നിർവഹിച്ചത്. അതുകൊണ്ട് തന്നെ നാം മനസ്സിലാക്കേണ്ടത്, കാലാകാലങ്ങളിലായിട്ട് പിന്നീട് ജനം ആ പഴയ ചരിത്രം ആവർത്തിക്കുന്ന രൂപത്തിൽ തിരിച്ചു പോകുമെന്നാണ്. അപ്പൊ അവസാനം പറയുന്നത് എന്താണെന്നറിയോ? ഇവർക്കൊരു വിശ്വാസമുണ്ട്. എന്താ വിശ്വാസം? ഈ ലോകം നിയന്ത്രിക്കുന്നത് ലോകത്തുള്ള മുഴുവൻ ഔലിയാക്കന്മാരും കൂടി ചേർന്നുകൊണ്ടാണ്. ഈ ലോകം നിയന്ത്രിക്കുന്നത് ലോകത്തുള്ള മുഴുവൻ ഔലിയാക്കളും ചേർന്നുകൊണ്ടാണ്. അങ്ങനെ ആ ഔലിയാക്കളാണ് കാര്യങ്ങളൊക്കെ, പ്രപഞ്ചം നിയന്ത്രിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സുന്നി സാഹിത്യ തറവാട്ടിലെ കാവലാൾ എന്ന പേരിൽ റിസാല പരിചയപ്പെടുത്തിയ മുസ്ലിയാർ എഴുതുന്ന ഔലിയാക്കന്മാരുടെ ചരിത്രത്തിൽ നിന്ന് ഞാൻ അതിന്റെ വിശദീകരണം നിങ്ങളെ കേൾപ്പിച്ചു തരാം. ഷേഖ് അബൂ യസീദ് ബിസ്താമി തന്റെ ചില ശിഷ്യരോടൊപ്പം യാത്ര ചെയ്യുകയാണ്. തെരുവിലൊരു പാവപ്പെട്ട ഫക്കീറിനെ കണ്ടു. ആ ഫക്കീറിനോട് സലാം ചൊല്ലി അങ്ങനെ നടന്നുപോയി. അങ്ങനെ പിന്നെ അത് വലിയ കഥയാണ്. പിന്നീട് അങ്ങനെ തിരിച്ചു വരുന്ന സമയത്ത് ശിഷ്യന്മാർക്കൊന്നും മനസ്സിലായില്ല, കൂടുതൽ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ ധൈര്യപ്പെട്ടതുമില്ല. തിരിച്ചു വരുന്ന സമയത്ത് പിറ്റേ ദിവസം ആ വഴിയിലൂടെ തന്നെ തിരിച്ചു വന്നു. നേരം പാതിരയാകാൻ അടുത്തിരുന്നു. അവിടെ ഒരു വലിയ സമ്മേളനം നടക്കുകയാണ്. അപ്പോൾ ഷെയ്ഖും ശിഷ്യരും അങ്ങോട്ട് കടന്നു ചെന്നു. അബൂ യസീദിൽ ബിസ്താമി എന്ന് പറഞ്ഞാൽ ഒരു വലിയ മഹാനാണെന്നും വലിയാണെന്നും അഥവാ ഔലിയാക്കന്മാരിൽ വലിയ നേതാവാണെന്നും ഇവര് തന്നെ വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും കാന്തപുരത്തിന്റെ തന്നെ ത്വരീഖത്ത് എന്ന പുസ്തകത്തിൽ എടുത്തു പറയുകയും ചെയ്ത വ്യക്തിത്വമാണ്. അദ്ദേഹവും ശിഷ്യന്മാരും ഒരിക്കൽ രാത്രി നേരം തിരിച്ചു വരുമ്പോൾ ഒരു വലിയ സമ്മേളനം കാണുകയാണ്. ആ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ നേരത്തെ കണ്ട ഫക്കീറാണ്. അങ്ങനെ നോക്കൂ, അവിടെ കണ്ട കാഴ്ച ശിഷ്യന്മാരെ ആശ്ചര്യഭരിതരാക്കി. ബഹുവർണ്ണത്തിലുള്ള ധാരാളം വിളക്കുകൾ പ്രകാശം പൊഴിക്കുന്ന ഒരു വലിയ ഹാളിൽ ധാരാളം ഫക്കീറുമാർ സമ്മേളിച്ചിരിക്കുന്നു. ഏകദേശം 500ഓളം ഫക്കീറുമാരുണ്ട്. അങ്ങനെ ആ അധ്യക്ഷനൊക്കെ അവിടെ ഇരിക്കുകയാണ്. ഷേഖ് ഇങ്ങനെ പറഞ്ഞു, റിജാലുൽ ഗൈബിന്റെ സമ്മേളനമാണിത്. ഇവിടെ ആധ്യാത്മിക കാര്യങ്ങൾ ചർച്ച ചെയ്തു തീരുമാനിക്കപ്പെടുന്ന ലോകത്തിന്റെ ആണികളാണിവര്. പ്രപഞ്ചയന്ത്രം കറങ്ങുന്നത് അള്ളാഹുവിന്റെ ഇച്ഛാനുസൃതമാണെങ്കിലും അതിന്റെ നിയന്ത്രണം അള്ളാഹു ഇവരുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ അള്ളയാണ് ലോകം നിയന്ത്രിക്കുന്നതെങ്കിലും ആരെയാണ് അള്ളാഹു ഏൽപ്പിച്ചത്? ഈ ലോകത്ത് നിയന്ത്രിക്കുന്ന ഔലിയാക്കന്മാരുണ്ട്. അവര് യോഗം ചേരാറുണ്ട്, അവർ സമ്മേളനം കൂടാറുണ്ട്. അങ്ങനെയാണ് അവർ പ്രപഞ്ചത്തെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത്. എന്നിട്ട് നോക്കൂ, ഇച്ഛക്കനുസരിച്ചവർ യന്ത്രം തിരിക്കുന്നു, കൂടിയാലോചിച്ചു കാര്യങ്ങൾ തീരുമാനിക്കുന്നു. അപ്പൊ ശിഷ്യന്മാര് അബൂ യസീദ് ബിസ്താമിയോട് ചോദിച്ചു, ഞങ്ങൾക്കും ഈ സമ്മേളനത്തിൽ പങ്കെടുത്തുകൂടെ? ഉടനെ ബിസ്താമി പറഞ്ഞു, പങ്കെടുത്തുകൂടാ. ഇതിൽ പ്രത്യേകമായി ചില അംഗങ്ങളുണ്ട്, അവർക്ക് മാത്രമേ സീറ്റുള്ളൂ. എന്റെ ഇരിപ്പിടം അതാ ഒഴിഞ്ഞു കിടക്കുന്നു, ഞാനവിടെ ഇരിക്കട്ടെ, നിങ്ങൾക്ക് സ്ഥലം വിടാം. ഇങ്ങനെ എല്ലാ കാലത്തും ലോകത്ത് നിയന്ത്രിക്കാൻ ഔലിയാക്കന്മാരുണ്ടത്രേ. ആര് പഠിപ്പിച്ചു ഈ വിശ്വാസം എന്നൊന്നും ചോദിക്കരുത്. നേരത്തെ പറഞ്ഞതുപോലെ അണ്ണാക്ക് തൊടാതെ വിഴുങ്ങാനാണ് പഠിപ്പിക്കുന്നത്. പക്ഷേ ഏറ്റവും ഒടുവിലത്തെ ചിത്രം എന്താണെന്നറിയോ? ഈ ലോകം നിയന്ത്രിക്കുന്ന ഈ മുഷാവറയില്, ഈ ലോകം നിയന്ത്രിക്കുന്ന ഔലിയാക്കന്മാരുടെ സമ്മേളനത്തില് നമ്മുടെ കാന്തപുരം ഉസ്താദും ഉണ്ടത്രേ. എത്രമേൽ വിഡ്ഢിത്തമാണ് ഈ പറയുന്നതെന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? എന്താ, അതേ ഉസ്താദ് തന്നെ പ്രസംഗിക്കുകയാണ്. CP ഉസ്താദ് എന്ന് പറയുന്ന ഒരു മഹാനുണ്ടായിരുന്നു. അദ്ദേഹം അജ്മീർ സിയാറത്ത് പോയി. എന്നിട്ട് അവിടുത്തെ ഖാജാ ശൈഖിനെ സ്വപ്നം കാണാൻ ആഗ്രഹിച്ചു. അങ്ങനെ സ്വപ്നത്തിൽ ഖാജാ ശൈഖ് വന്നു. എന്നിട്ട് ഖാജാ ശൈഖ് അഥവാ അജ്മീറിലെ മൊയ്നുദ്ദീൻ ചിശ്തി തങ്ങളോട് CP ഉസ്താദ് എന്ന് പറയുന്ന കേരളത്തിലെ പണ്ഡിതൻ ചോദിക്കുകയാണ്, ഉസ്താദേ, ഞങ്ങളെ കാന്തപുരത്തിന്റെ അവസ്ഥ എന്താണ്? അപ്പൊ ഖാജാ ശൈഖ് പറയാണ്, റുക്നും മിൻ അർക്കാനിൽ ഇസ്ലാം, ഇസ്ലാമിന്റെ നെടുന്തൂണാണ് കേട്ടോ കാന്തപുരം. അപ്പൊ ഇയാൾ പറയാണ്, അതൊക്കെ ഞങ്ങൾക്കറിയാതല്ല ചോദിച്ചത്, നിങ്ങൾ ഔലിയാക്കന്മാരെ കൂട്ടത്തിൽ കാന്തപുരത്തിന്റെ സ്ഥാനം എന്താണ്? അപ്പോഴാണ് ഖാജാ മൊയ്നുദ്ദീൻ ചിശ്തി പറയുന്നത് അത്രേ, ഈ ലോകം നിയന്ത്രിക്കുന്ന മുഷാവറയുണ്ടല്ലോ, അക്കൂട്ടത്തിൽ കാന്തപുരവും ഉണ്ടത്രേ. ആരോടാണ് ഈ പറയുന്നത്? കേട്ടു നോക്ക് നിങ്ങൾ. പറയാണ്, ഞാന് അജ്മീർ ഖാജനെ സിയാറത്ത് ചെയ്തു. സിയാറത്ത് ചെയ്തിട്ട് അവിടെ നിന്ന് ഖാജനെ കാണാൻ വേണ്ടി ആഗ്രഹിച്ചു. അതിനുവേണ്ടി സിയാറത്ത് ചെയ്തു.
അന്ന് രാത്രി ഖാജയെ ഞാൻ കണ്ടു. ഖാജയോട് ഞാൻ ചോദിച്ചു, എന്നോട് CP ഉസ്താദ് അവരെ വീട്ടിൽ നിന്ന് പറഞ്ഞതാ. CP ഉസ്താദ് നേരിട്ട് പറഞ്ഞ. ഞാൻ ഖാജയോട് ചോദിച്ചു, ഖാജ ഞങ്ങളുടെ ഉസ്താദിന്റെ സ്ഥാനം ഏതാണ് എന്ന് ഞാൻ ഖാജയോട് ചോദിച്ചു. AP ഉസ്താദിന്റെ സ്ഥാനം ഏതാണ്? അപ്പൊ ഖാജ പറഞ്ഞു, റുക്നുൻ മിൻ അർക്കാനിൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ഒരു നെടും തൂണാണെന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ ഖാജയോട് പറഞ്ഞു, ഇസ്ലാമിന്റെ തൂണാണെന്നത് ഞങ്ങൾക്ക് തന്നെ അറിയാം. അതല്ല ഞാൻ ചോദിക്കുന്നത്, ഔലിയാക്കളുടെ കൂട്ടത്തിൽ, ഔലിയാക്കളുടെ വിഭാഗത്തിൽ ഞങ്ങളുടെ ഉസ്താദിന് വല്ല സ്ഥാനവുമുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഉടനെ തന്നെ ഖാജ എന്നോട് പറഞ്ഞു, ഞങ്ങൾ ഔലിയാക്കൾക്ക്, ഇന്ത്യ രാജ്യത്ത് നിന്ന് മാത്രമല്ല മൊത്തമുള്ള ഔലിയാക്കൾക്ക് ഒരു ശൂറയുണ്ട്, ഒരു മുശാവറയുണ്ട്. ആ മുശാവറയിൽ ഒരു പ്രധാന അംഗമാണ് AP എന്ന് ഖാജ എന്നോട് പറഞ്ഞു എന്ന് CP ഉസ്താദ് എന്നോട് പറഞ്ഞു. ഈ ലോകം നിയന്ത്രിക്കുന്ന മുശാവറയില് കാന്തവരുണ്ട്. ഇതിനാണ് നമ്മൾ EK ഭാഗം ചോദിച്ചത്, നിങ്ങൾക്ക് അങ്ങനെ വിശ്വാസം ഉണ്ടോ? കാന്തപുരം ഭാവിച്ചാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് ചില ചോദ്യങ്ങളില്ലേ? അങ്ങനെയെങ്കിൽ അല്ല ഉസ്താദേ, ഹുസൈൻ രണ്ടത്താണിയെ തെരഞ്ഞെടുപ്പിൽ MP ആക്കാൻ പരിശ്രമിച്ചിരുന്നില്ലേ? ഔലിയാക്കന്മാരെ യോഗത്തിൽ നിന്ന് കൂടിയാലോചിച്ച് തീരുമാനിച്ച് ജയിപ്പിച്ചിട്ടില്ലല്ലോ. സ്വന്തം തട്ടകത്തിന് സ്വന്തം ആളാണ്. തങ്ങൾ പറഞ്ഞു അത്രേ ഈ MP കുപ്പായം ഇടുമെന്നൊക്കെ സ്വപ്നം കണ്ടുവന്ന്. അന്ന് ലോകത്തിന് മനസ്സിലായി ഒരു ഉള്ളാൾ തെങ്ങക്കും ഒരു കറാമത്തുമില്ല, ഒരു കാന്തപുരത്തിനും ഒരു ചുക്കുമില്ല. കാരണം സ്വന്തം ആളെ ജയിപ്പിക്കാൻ ഇവർക്കൊന്നും കഴിയുകയില്ല. ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്, നേർക്ക് നേരെ ബോധ്യപ്പെട്ടതുമാണ്. എനിക്കും എന്തെല്ലാം ചോദിക്കാനുണ്ട്. ഈ ഉസ്താദാണ് ലോകം നിയന്ത്രിക്കുന്നതെങ്കിൽ മർക്കസിലേക്ക് വന്ന അനാഥ കുട്ടികളെ വഴിക്ക് വെച്ച് തടഞ്ഞു നിർത്തി ഒരാഴ്ചക്കാലത്തെ പീഡനമേറ്റ് വാങ്ങിയത് പത്രങ്ങളിൽ നമ്മൾ വായിച്ചില്ലേ? ഉസ്താദെ, അനാഥ മക്കളെ പീഡിപ്പിക്കുമെന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ലേ? ഔലിയാക്കന്മാരാരും പറഞ്ഞെന്നില്ലേ? മശൂറയിൽ അത് ചർച്ച ചെയ്തില്ലേ? കാര്യങ്ങൾ നിയന്ത്രിച്ചില്ലേ? ഏറ്റവും ഒടുവിൽ തിരികേശ വിവാദം. ഹൈദരലി തങ്ങൾ ഇന്നെന്താ പറഞ്ഞത്? വഞ്ചിച്ച് വാങ്ങി പൈസ തിരിച്ചങ്ങ് കൊടുത്തേക്കെന്ന്. തങ്ങളി പൈസ തിരിച്ചു ചോദിച്ച് മാനം കെടുമെന്നെങ്കിലും മനസ്സിലാക്കിയില്ലേ? ഹസറജി കുടുംബത്തിൽ നിന്ന് തന്നെ ഇത് നിഷേധിക്കുമെന്ന് തിരിച്ചറിഞ്ഞില്ലേ? എന്ത് പൊട്ടത്തരമാണ് ഈ പറയുന്നത്? ഇവിടെ അള്ളാഹുവിന്റെ റസൂലിന്റെ മുടി എന്ന പേരിലുള്ള ഈ കച്ചവടം നടത്തുന്നതിന് ഏതെങ്കിലും വ്യക്തികളെ ഔന്നിത്യത്തിൽ എത്തിച്ചുകൊണ്ട്, മുസ്ലിമീങ്ങൾക്ക് പരിചയമില്ലാത്ത പുതിയ വാദങ്ങൾ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് ഈ ഉമ്മത്തിനെ വഴികേടിലാക്കുന്നവരെ തിരിച്ചറിയണം സഹോദരന്മാരെ. ന്യൂനപക്ഷമാണ് ഈ കൂട്ടരുള്ളത്. ബാക്കി എല്ലാവരും ദീനിന്റെ ആദർശങ്ങൾ പഠിക്കുവാനും പകർത്തുവാനും ആഗ്രഹിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളാണ്. ഇവർക്കാണ് ഈ കച്ചവട താല്പര്യം ഏറ്റവും കൂടുതലുള്ളത്. അതിനിവരേറ്റവും കൂടുതൽ അവലംബിക്കുന്നത് പലതരത്തിലുള്ള സ്വപ്നകഥകളുമാണ്. ഇതിനും അവലംബിച്ചത് സ്വപ്നകഥയാണ്. എങ്ങനെ ഇപ്പൊ അവസാനം ഹസറജ് കൊണ്ടുവന്ന് കൊടുത്തത്? അത് മൂപ്പര് സ്വപ്നം കണ്ടതാ. ഞാനീ പറഞ്ഞ ഈ നോട്ടീസിൽ പറഞ്ഞതുപോലെ അത് മർക്കസിൽ തന്നെ, മർക്കസിൽ നിന്ന് തന്നെ പറയുന്നുണ്ട്. ഇപ്പൊ ഇത് കിട്ടാൻ കാരണം റസൂലുള്ള സ്വപ്നത്തിലൂടെ വന്ന് പറഞ്ഞത് കൊണ്ടാണ് മർക്കസ് കൊണ്ടുവന്നത് എടുത്തത്. മർക്കസിൽ നിന്ന് കേട്ട് നേരത്തെ ഇവിടെ സയ്യിദ് ബറക്കാത്തി സയ്യിദന്മാർ മുഖേന ബഹുമാനപ്പെട്ട ശൈഖുനാ അവർക്ക് ലഭിച്ച മുടി ഇവിടെ സൂക്ഷിപ്പുണ്ടെന്നും അതിന്റെ പുറമെയാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി ബഹുമാനപ്പെട്ട ഖസ്റജ് ഗോത്രത്തിൽപ്പെട്ട സഹാബത്ത്, അൻസാരികളായ സഹാബത്തിന്റെ ഗോത്രപരമ്പരയിൽപ്പെട്ട UAE ഗവൺമെന്റിന്റെ ഔഖാഫിലെ മന്ത്രിയായിരുന്ന മഹാനവറുകളുടെ മകനാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. ആ മന്ത്രി സമാഹത്തിൽ ഇമാം മുഹമ്മദ് അൽ ഖസ്റജി അവരുടെ മകൻ അഹ്മദ് മുഹമ്മദ് അൽ ഖസ്റജി അവറുകളാണ് ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി ഉസ്താദ് അവറുകളുടെ കയ്യിലേക്ക് കൈമാറും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുമതി ലഭിക്കാത്തത് കൊണ്ടായിരുന്നു ഇതേവരെ ഈ മുടി ഉസ്താദ് അവരുടെ കയ്യിലേക്ക് കൈമാറാത്തതെന്നും ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുമതി സ്വപ്നത്തിലൂടെ ലഭിച്ചതിന്റെ പേരിലാണ് ഈ മുടി നിങ്ങൾക്ക് കൈമാറുന്നതെന്നും നേരത്തെ ഉസ്താദ് അവറുകളോട് ഷെയ്ഖ് അഹമ്മദ് അവറുകൾ പറയുമ്പോൾ ഞാനും സമീപത്തുണ്ടായിരുന്നു. സ്വപ്നം കണ്ടപ്പോഴാണ് സംഭവം എത്തിയത് എന്നാണ്. എന്താ ഇപ്പൊ സ്വപ്നത്തിന്റെ അവസ്ഥ? സ്വപ്നം തെളിവല്ല എന്ന് മുമ്പ് ത്വരീഖത്തിനെതിരെ പ്രസംഗിച്ചിട്ട് ആ ക്ലിപ്പ് അപ്പുറവും ഇപ്പുറവും കാണിച്ചുകൊണ്ടാണ് മുജാഹിദുകളും മറ്റേ സമസ്തക്കാരൊക്കെ നടക്കുന്നത് എന്നാണ് ഏറ്റവും പുതിയ വാദം. ആ ക്ലിപ്പ് മാത്രമാണോ നിങ്ങൾ പറഞ്ഞത്? വേറെ ഇല്ലേ?
ആ ക്ലിപ്പിന്റെ മുഴുവൻ രൂപം നമ്മൾ വേണം ഇടാ. അത് പറഞ്ഞതും അങ്ങനെ തന്നെയാ. സ്വപ്നം തെളിവല്ല എന്ന് പറഞ്ഞാൽ ഉസ്താദിന്റെ കോലത്തിൽ വന്നാലും ഉസ്താദിന്റെ കോലത്തിൽ വന്നാലും ഏത് ശൈഖ് എന്ന് പറഞ്ഞാലും സ്വപ്നം തെളിവല്ല. എന്തിന്റെ എതിരില്? ശറഈനെതിരിൽ, അഥവാ ഖുർആനിനെതിരിൽ, ഹദീസിനെതിരിൽ, പ്രമാണങ്ങൾക്കെതിരില്. അതല്ലേ ഇവിടെ നടക്കുന്നത്. ചരിത്രത്തിൽ ആരെങ്കിലും ഏർപ്പാട് നടത്തിയിട്ടുണ്ടോ? മുടിക്ക് വേണ്ടി പള്ളി ഉണ്ടാക്കിയിട്ടുണ്ടോ? ഏറ്റവും പുതിയ വാദം എന്താണെന്നറിയോ? ഞങ്ങൾ മുടിക്ക് വേണ്ടിയല്ല പള്ളി ഉണ്ടാക്കുന്നത്, പള്ളിയിൽ നിസ്കരിക്കാനാണ്. മുടി അവിടെ കൊണ്ടുപോയി വെക്കുകയേ ഉള്ളൂ, പള്ളി നിസ്കരിക്കാൻ വേണ്ടിയാണ്. അഥവാ ഒരുപാട് ആളുകൾ ഇങ്ങനെ വന്നാൽ അവിടെ തിരക്കാവൂലേ, പോൽക്ക് നിസ്കരിക്കണ്ടേ? അതിപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഫ്ലക്സിന് തലക്കെട്ട് കൊടുക്കുമ്പോ ശ്രദ്ധിക്കണ്ടേ? തിരുകേശത്തിനൊരുത്തമ കേന്ദ്രം എന്നാണ് തലക്കെട്ടുള്ളത്. അഥവാ തിരുകേശത്തിനാണ് ഉത്തമ കേന്ദ്രം പണിയുന്നത്. അതല്ലാതെ പള്ളി ഉണ്ടാക്കിയിട്ട് ഞങ്ങളൊരു മൂലക്ക് കൊണ്ടുപോയി മുടി വെക്കുമെന്ന് ഇപ്പൊ നിങ്ങൾ കുടുങ്ങിയപ്പോ പറഞ്ഞതാണ്. അതുകൊണ്ട് ഈ ഏർപ്പാട് മുസ്ലിം സമൂഹം അംഗീകരിക്കുന്നതല്ല, സുന്നത്ത് ജമാഅത്തിന്റെ അനിമീങ്ങൾ പാലിച്ച് വന്നിട്ടുള്ളതല്ല. ഇതിന് സ്വപ്നം തെളിവാണെന്ന് പറഞ്ഞുകൊണ്ട് സമുദായത്തെ തെറ്റിദ്ധരിപ്പിക്കേണ്ടതില്ല. സ്വപ്നം തെളിവല്ല നിങ്ങൾ തന്നെ പറഞ്ഞതല്ലേ? ഒരിടത്ത് മാത്രമാണോ? പിന്നെയും പറഞ്ഞില്ലേ മാങ്കുയ്ക്കാൻ മൊത്തം കനാക്കേണ്ടതല്ലേ എന്ന്. അഥവാ ശറയിലുള്ള കാര്യം സ്വപ്നം കാണുമ്പോൾ അതിന് ഉപോത്ബലകമാകുമെന്നല്ലാതെ ഇക്കാലം വരെ ശറയിലില്ലാത്തൊരു കാര്യം സ്വപ്നം കണ്ടുകൊണ്ടാണ് സ്ഥിരീകരിക്കേണ്ടത് അല്ല എന്ന് ഇയാൾ തന്നെ പറയുന്നു. അപ്പോൾ മുതഅല്ലിമീങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ബാങ്കും ഇഖാമത്തും കണ്ടിട്ടുണ്ടായ ഒരു സംഗതിയാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ബാങ്കും ഇഖാമത്തിന്റെയും തെളിവ് സ്വപ്നമല്ല. സ്വപ്നം ഇസ്ലാമിൽ തെളിവല്ല. അമ്പിയാക്കളുടെ സ്വപ്നം തെളിവാണ്, മറ്റാരുടെ സ്വപ്നവും ഇസ്ലാമിൽ തെളിവല്ല. തെളിവ് കൊണ്ട് സ്ഥിരപ്പെട്ടതിന് സ്വപ്നം ഉപോത്ബലകമായി പറയാം. അതാണ് നമ്മുടെ ചില ഗ്രന്ഥങ്ങളിൽ സ്വപ്നത്തിന്റെ കഥകൾ കാണുന്നത്. അല്ലാതെ സ്വപ്നം തെളിവല്ല. സ്വപ്നം തെളിവല്ല തന്നെയാ നമുക്കും പറയാനുള്ളത്. സ്വപ്നം തെളിവല്ല. കേട്ടോ, ഈ മുടിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ പലതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ആ മുടിന്റെ നീളാണ്. നമ്മളൊക്കെ ചോദിച്ചു, കാന്തപുരം ഇങ്ങനെയുള്ളൊരു മുടിയായിട്ട് വെച്ച് നടന്നാൽ എന്തായിരിക്കും അവസ്ഥ? ഇന്റർനെറ്റിൽ ഫോട്ടോ വന്നു, ഞാനതൊന്നും എടുത്ത് കാണിക്കുന്നില്ല. കാന്തപുരത്തിന്റെ ആ മുടി, ഇത്രയുള്ള മുടി വെച്ച് നടന്നാൽ അതേ മുടി എടുത്തിട്ട് കാന്തപുരത്തിന്റെ തലയിൽ വെച്ചെടുത്തു. നമ്മളങ്ങനെ വഷളാക്കാൻ വേണ്ടി അത് പറയില്ല. പക്ഷേ ഇത് കളി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പറഞ്ഞുകൊണ്ടാണ്. ആ റസൂലുള്ളയോടുള്ള മഹബ്ബത്താണ് നിങ്ങൾ ചൂഷണം ചെയ്യുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ കാര്യങ്ങളും പ്രമാണങ്ങളിലില്ലേ? എത്രയാ അവിടുത്തെ മുടിയുടെ നീളം, എത്രയാ അവിടുന്ന് ജീവിച്ചപ്പോൾ അവിടുത്തെ മുടി വെച്ചിട്ടുള്ളത്, എങ്ങനെയാണ് അവിടുന്ന് വസ്ത്രം ധരിച്ചത്, അവിടുന്ന് ഏത് ചെരുപ്പാണ് ധരിച്ചത്, ഒക്കെ പ്രമാണങ്ങളിലുണ്ടെന്ന് നിങ്ങളും സമ്മതിച്ചതാണ്. എന്ന് മാത്രമല്ല, മുടി അധികമായി നീട്ടുന്നത് ശരിയല്ല, റസൂലുള്ളയുടെ ചര്യയല്ല. റസൂലുള്ള ഇവിടം വരെ മുടി നീട്ടിയിട്ടുള്ളൂ എന്ന് നിങ്ങൾ തന്നെ പറഞ്ഞിട്ടില്ലേ? ഇവിടെ ചില ത്വരീക്കത്തുകാർ വന്നിരുന്നു. ആ ത്വരീക്കത്തുകാർ മുടി ഇങ്ങനെ നീട്ടാൻ തുടങ്ങി. അപ്പോഴാണ് നമ്മുടെ പേരോട് ഉസ്താദ് പോയി പറയുന്നത്, ആരാ നിങ്ങളോട് മുടി നീട്ടാൻ പറഞ്ഞത്? മുടി എത്ര നീട്ടാൻ പറ്റുമോ? ഈ നീളമുള്ള മുടി ഇസ്ലാമിലുള്ളതാണോ? നിങ്ങൾക്ക് വലിയ ആളാകാൻ വേണ്ടിയല്ലേ? റസൂലുള്ളാഹിന്റെ മുടി വരെ ഇത്രല്ലേ ഉള്ളൂ. ഇത്രയെന്ന് പറഞ്ഞാൽ 35 സെന്റിമീറ്റർ ആണ്. ഇവിടെയുള്ള മുടി 74 1 മീറ്റർ അടക്കമുള്ള അത്രത്തോളം വലുപ്പമുള്ള ഈ മുടിയാണുള്ളത്. മുടി നീട്ടണ്ടെന്ന് ഇയാൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ റസൂലുള്ള മുടി നീട്ടുവോ? കേട്ടു നോക്ക്. പിന്നെന്താ പരിപാടി എന്നറിയോ? ഏകദേശ കള്ളത്തരീക്കതാരെ സ്വഭാവത്തിൽ നിങ്ങൾക്ക് കാണാം. മുടിക്ക് നീളം കണക്കുണ്ടാവില്ല. പെണ്ണുങ്ങളെ കാണുമ്പോൾ നീളം മുടിയായിരിക്കും. ഏകദേശ കള്ളത്തരീക്കത്തായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുടി വെക്കുന്നതിനൊക്കെ പരിധി പറഞ്ഞിട്ടുണ്ട്. ഈ കാതിന്റെ ചോടുള്ള സ്ഥലത്തിന് അപ്പുറം വെട്ടിക്കളയണമെന്നാ. അതിനപ്പുറം നീട്ടി വെക്കുന്ന മുടി അത് ഞാനൊരു വലിയ ആളാന്നുള്ള നിലക്ക് വെക്കണേ ഹറാമാണ് എന്നാ, അല്ലെങ്കിൽ തന്നെ പാടില്ലാത്തതാണ്. പക്ഷേ നീണ്ട മുടി നിങ്ങൾക്ക് കാണാം. ഇപ്പൊ ഇനി പിടിക്കേണ്ട ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം മുടിക്കെത്തിരാ നീളമെന്നറിയോ? എന്തേ ഒരു ബാർബർ ഷാപ്പിൽ പോകുന്നതിന് ഇത്ര ലുബ്ധന്മാരാണോ? എന്നിട്ട് ഈ ചോദ്യം ആരോടാ? റസൂലുള്ളാഹിനോടാ? റസൂലുള്ളാഹിനോടാണോ? എന്താ ബാർബർ ഷോപ്പ് പോയാലും കേട്ടോ ആ ചോദ്യവും ആ മുടിന്റെ നീളവും ഒന്ന് കണ്ടോക്കി നിങ്ങൾ. ആ ചോദ്യവും മുടിയുടെ നീളവും ഒരുമിച്ച് കാണുക നിങ്ങൾ. ഇവരെ തന്നെയാ പിടിക്കണ്ടേ, ഈ വലിയ മുടിയും കൊണ്ടുവന്നവരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുടി വെക്കുന്നതിനൊക്കെ പരിധി പറഞ്ഞിട്ടുണ്ട്. ഈ കാതിന്റെ ചോടുള്ള സ്ഥലത്തിന് അപ്പുറം വെട്ടിക്കളയണമെന്നാ. അതിനപ്പുറം നീട്ടി വെക്കുന്ന മുടി അത് ഞാനൊരു വലിയ ആളാന്നുള്ള നിലക്ക് വെക്കണേ ഹറാമാണ് എന്നാ, അല്ലെങ്കിൽ തന്നെ പാടില്ലാത്തതാണ്. പക്ഷേ
നീണ്ട മുടി നിങ്ങൾക്ക് കാണാം. ഇപ്പൊ ഇനി പിടിക്കേണ്ട ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം മുടിക്കെത്തില്ല നീളമെന്നറിയോ? ഇനി പിടിക്കേണ്ട ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം ഇവരെ തന്നെ പിടിക്കണ്ടേ? ഈ വലിയ മുടിയും കൊണ്ട് വന്നിട്ട് ഈ സമുദായത്തെ വഞ്ചിക്കാൻ ഇറങ്ങി തിരിച്ചവരെ തന്നെയാണ് പിടിക്കേണ്ടത്. ഞങ്ങൾ അവർ തന്നെയാ പിടിച്ചത്.